ഹലോ എവരിവൺ, നമുക്ക് ഇന്ത്യൻ ആർമിയുടെ 2025 റിസൾട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ CE എക്സാം കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഈ മാസം ലാസ്റ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞാണ്. അതേപോലെ ഈ മാസം ലാസ്റ്റ് എന്ത് വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങള് നമ്മുടെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതേപോലെ തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റഡ് PDF ഉണ്ട്. അതെവിടെയാണെന്നും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള PDF അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൽ ഞാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കൺഫേം ആണോ അല്ലയോ എന്നൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ത്യൻ ആർമിയുടെ 2025 റിസൾട്ട് ആണ് മക്കളെ വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്സാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇപ്രാവശ്യം കുറെ കുട്ടികൾ ഞങ്ങൾ അഡ്രിനാലിൻ റഷ് ശരിക്കും എന്താണെന്നറിയോ, നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ സാറേ ഞങ്ങൾ പാസ്സായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് ഓരോ കുട്ടികൾ നമ്മളോട് പറയും, നമ്മൾ പിന്നെന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം, ഇതിൽ ഞാൻ കേട്ടേണ്ട കരുതിയാണ്. അവരുടെ ഓരോ വാക്കുകളും സാർ ഞങ്ങൾ പാസ്സായി, ഞങ്ങളുടെ ക്ലാസ് മാത്രം കണ്ടുകൊണ്ടോ പാസ്സായി എന്ന് പറഞ്ഞ പിള്ളേരുണ്ട്. അതേപോലെ അവസാനം നമ്മൾ തന്നൊരു 5 മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ 5 മോക്ക് ടെസ്റ്റിന് റിലേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. ആ മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നെല്ലാം നമ്മളെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുബോർട്സിനായിട്ട് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് എന്റെ നമ്പറാണ്. നിങ്ങൾക്ക് ഡയറക്ട്ലി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് ഞാൻ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ തന്നിട്ടുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം മക്കളെ. ഈ വർഷം ഞങ്ങൾക്ക് ഒരു 100 കുട്ടികളെ എന്ത് ചെയ്യണം, ഈ സർവീസ് എക്സാംസ് പാസ്സാക്കണമെന്നുണ്ട്. ഓൾമോസ്റ്റ് 20-25 പിള്ളേരായി നേവി ആർമിയിൽ തന്നെ. ഇനി എയർഫോഴ്സ് വരുന്നുണ്ട്, കോസ്റ്റ് ഗാർഡ് വരുന്നുണ്ട്. ഇതിലൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, റിസൾട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എയർഫോഴ്സിന്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സിന്റെയും വൈന്റെയും മെഡിക്കൽ അസിസ്റ്റൻസിന്റെ എല്ലാം ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 3500 രൂപയാണ് മക്കളെ ഫീസ് വരുന്നത്. 1 ഇയർ പ്രോപ്പർ കോച്ചിങ് ആണ്. ഈ വർഷം നിങ്ങൾ ഏതെങ്കിലും എക്സാം പാസ്സായിട്ട് ഫിസിക്കൽ എന്തെങ്കിലും പേരാണെങ്കിൽ നെക്സ്റ്റ് വർഷം നിങ്ങൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല കേട്ടോ. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. എന്താണോ സിലബസ് അത് സിലബസ് അറിഞ്ഞ് അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് uboots.org എന്ന വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ക്ലാസ്സിന്റെ ഔട്ട്ലൈൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണുന്നതാണ്. കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ ആർമിയുടെ എക്സാംസ് നമ്മുടെ ഇപ്പൊ തന്നെ 10-12 പിള്ളേർ പാസ്സായിട്ടുണ്ട്. ഇനിയും റിസൾട്ട് ചെക്ക് ചെയ്ത് അറിയാത്ത കുറെ പിള്ളേരുണ്ട്. അവരൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താണ്, നമ്മുടെ ഫാമിലിയിലുള്ള കുറെ പിള്ളേർ കയറുന്നുണ്ട് മക്കളെ. ഇനി എക്സാം പാസ്സായി കഴിഞ്ഞാൽ 3 ഫേസ് ആണ് നമുക്കറിയാം. ആദ്യം CE, പിന്നെ ഫിസിക്കൽ. CE വന്നതിന് ശേഷം ഫിസിക്കൽ വരുന്നുണ്ട്. ഫിസിക്കലിന് ശേഷം വരുന്നതാണ് മെഡിക്കൽ. അത് മെഡിക്കൽ ഫിസിക്കൽ ഒരേ ദിവസങ്ങളാണെന്ന് ഓർക്കാം. അപ്പോ CE എക്സാം പാസ്സായി കഴിഞ്ഞാൽ phase 2 ആണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ ഓടാനുണ്ട്, അതേപോലെ ഹൈറ്റ് വേണം, ചെസ്റ്റ് വേണം, ഇത്രയും കാര്യങ്ങളുണ്ട്. പ്രോപ്പർ വെയിറ്റ് 50 കിലോഗ്രാം, നമ്മൾ എപ്പോഴും പറയുന്ന 50 kg വെയിറ്റ് ഒക്കെ ഇവിടെ വേണം. ഇനി ഫിസിക്കൽ എക്സാമിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഒരു ഡീറ്റെയിൽ പ്ലാൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുന്ന ഫിസിക്കലിന്റെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് പ്രോപ്പർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ. ഫിസിക്കലിന്റെ ട്രെയിനിങ്ങിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. phase 2 പാസ്സായ ആൾക്കാർ മാത്രം, അത് phase 1 പാസ്സായിട്ട് phase 2ലേക്ക് പോകുന്ന ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, മാക്സിമം ഇതിൽ ഇതാക്കുക. അതേപോലെ എക്സാം എഴുതിയ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എയർഫോഴ്സിന്റെ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ നമുക്ക് വരുന്നുണ്ട്. നമുക്കിപ്പോൾ കുറെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ND ന്റെ CDS ക്ലാസ്സുകൾ ഭയങ്കര ലെങ്ത് ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമിന്റെ ഷോർട്ടേജ് വന്നു. അതേപോലെ എഡിറ്റ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് നല്ല പണി വന്നു. അപ്പൊ നമ്മളെ നിഷാൻ എന്ന് പറയുന്ന ചേട്ടനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യുന്നതിന് ആ ഒരു ടൈമും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിന് കുറച്ച് ലാഗ് വരുന്നത്. നമ്മളൊരു പുതിയ സ്റ്റുഡിയോയും അതേപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി കഴിയുന്നതോടുകൂടി ഈ ലാഗ് നമുക്ക് മാറി കിട്ടുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോസും അതേപോലെ ഇൻഫർമേഷൻ വീഡിയോസും ഒരു 6 days ബിഫോർ നിങ്ങൾ അടുത്തേക്ക് ഞങ്ങൾ എത്തിച്ചു തരും. കാരണം കുറെ ആയി നമ്മളെ പിള്ളേർ പറയുന്നതാണ് നമ്മൾ കുറച്ച് വൈകുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഒരു 6 day ഒരു പ്ലാൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. വന്ന ഉടനെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു 6 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്താണ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു ഡിലേ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ എക്സാം പാസ്സായില്ലോ എന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, റിസൾട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് phase 1 ഫോർ ആക്ച്വൽ റാലി ഡേറ്റ്സ്. പ്ലീസ് ചെക്ക് യുവർ അഡ്മിറ്റ് കാർഡ് കാണാം. ആക്ച്വൽ റാലി ഡേറ്റുകൾ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഇപ്പൊ നമ്മൾ വെറുതെ തള്ളുന്നില്ല. ഇന്ന് വരും അന്ന് വരുന്നുണ്ട്, നമ്മൾ വെറുതെ തള്ളുന്നില്ല. ആൻഡ് വി എക്സ്പെക്ട് വിത്തിൻ 1 month or 2 1.5 മാസത്തിനുള്ളിൽ എക്സാം, ഫിസിക്കൽ എക്സാം നടക്കും. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഡീറ്റെയിൽഡ് വീഡിയോയിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, വെറുതെ തള്ളുന്നില്ല. ഓക്കെ, അപ്പൊ അഗ്നിവീർ ക്ലർക്കിന്റെ ആണ് കാറ്റഗറി ഇവിടെ കാണുന്നത്. നിങ്ങൾ ഏതാണോ കാറ്റഗറി അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അഗ്നിവീർ ക്ലർക്കിന്റെ റിസൾട്ട് ആണ് ഈ വന്നിരിക്കുന്നത്. ARO, നിങ്ങൾക്ക് ARO കാലിക്കറ്റ് ഉണ്ടാവും, ട്രിവാൻഡ്രം ഉണ്ടാവും. കാലിക്കറ്റ് ARO ആണെങ്കിൽ ഇവിടെ കാണാം
ബാങ്കർ ഡോട്ട് ഒരു സ്ലൈസ് ഇട്ട് കാല് കാണാം, CAL കാണാം, അത് കാലിക്കറ്റ് ഷോർട്ട് ആണ്. ട്രിവാൻഡ്രം ആണെങ്കിൽ അവിടെ TRI ആവും ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി നോക്കിയിട്ട് ഞാൻ കാലിക്കറ്റ് എയർ ഓയിൽ ട്രിവാൻഡ്രത്ത് പോയി നോക്കിയിട്ട് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കറക്റ്റ് ഇത് നിങ്ങൾ ഏത് എയർ ഓയിലാണ് എഴുതിയത് അവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും AVCL അഗ്നിവീർ ക്ലർക്ക് 2025 1060 കിട്ടിയവൻ എന്തായിട്ട് ആ രജിസ്റ്റർ നമ്പറിലും പാസ്സായിട്ടുണ്ട്. ഈ രജിസ്റ്റർ നമ്പർ ഒക്കെ മേലെ സെർച്ച് ചെയ്താൽ മതി, വെറുതെ ഫുള്ള് തപ്പി പിടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ കാണാം നമുക്ക് ക്ലർക്കിന്റെ അഗ്നിവീർ ക്ലർക്കിന്റെ റിസൾട്ടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം. അതിനുശേഷം നോക്കിയടാ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഫേസ് 1 ബാങ്കർ അഗ്നിവീർ ക്ലർക്ക് തന്നെ ഇവിടെയും കാണാം. അതിനുശേഷം നേരെ വരികയാണ് ഇവിടെ GD കാണാം. GD പാസ്സായ ആൾക്കാരുടെ ലിസ്റ്റ് നേരെ കാലിക്കറ്റ് തന്നെയാണ്. ഇവിടെ കണ്ടോ അഗ്നിവീർ ബാങ്കർ കാലിക്കറ്റ് അഗ്നിവീർ GD കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നിങ്ങൾ താഴോട്ട് വരികയാണെങ്കിൽ എന്താണ് അടുത്തത് GD തന്നെയാണ് പിന്നെ അവിടെ കാണുന്നത്. വെയിറ്റ് ചെയ്യണം, അടുത്തോട്ട് താഴോട്ട് പോട്ടെ. അഗ്നിവീർ GD എവിടെ ടെക്നിക്കലൊക്കെ GD കുറെ പിള്ളേർ പാസ്സാണ്. അത്രയും വേക്കൻസി ഉദ്ദേശിക്കുന്നത് GD-യിലാണ്. അത് ഞാൻ എല്ലാവരോടും ഒരു ഓപ്ഷനിലായിട്ട് GD എഴുതാൻ പറയുന്നത് കേട്ടോ. GD ആണല്ലോ മൊത്തം. എവിടെ കുറച്ച് താഴോട്ട് പോയോക്കാം, ഫുള്ള് GD ആണ്. 40 എത്തി. ഇവിടെ കണ്ടോ സോൾജർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട് കണ്ടോ. ഹവിൽദാർ ഹവിൽദാർ എഡ്യൂക്കേഷൻ കാറ്റഗറി ഹവിൽദാർ എന്നാണ് ഇതിന്. JSO കാറ്ററിംഗ് ഒക്കെയാണ് വന്നത്. സോൾജർ ടെക്നിക്കൽ ഉണ്ടാവും, നഴ്സിംഗ് അസിസ്റ്റന്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. അതിന്റെ ഇവിടെ കാണാം SNA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോൾജർ നഴ്സിംഗ് അസിസ്റ്റന്റ് അതായത് SNA എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിന്റെ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം മേലോട്ട് പോയി കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ 8th പാസ് ഉണ്ടോ, 8th പാസ്സായത് AVTD എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇവിടെ AVTDT ആണെങ്കിൽ ട്രേഡ്സ്മാൻ 10th ആണ് കേട്ടോ. മറ്റേത് AVDT ഇവിടെ AVDT ഉണ്ടാവും. AVTDT അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ് കേട്ടോ. അതാണ് ഇവിടെ AVDT ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് അങ്ങനെ ഓരോന്നും നിങ്ങൾ ഏത് ട്രേഡ് ആണോ അത് അതിനനുസരിച്ച് ഇവിടെ ഷോർട്ട് ഫോമുകൾ ഉണ്ടാവുക. ഈ ടെക്നിക്കൽ ടെക് പോസ്റ്റുകൾ ഉണ്ടാവും, അതിനും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതുണ്ടോ അഗ്നിവീർ ടെക്നിക്കൽ ഇതുണ്ടാവും, ട്രേഡ് ഉണ്ടാവും അല്ലെ. ഇവിടെ ഓക്കെ, അങ്ങനെ ഓരോന്നിനും എന്തുണ്ടാവും നിങ്ങൾക്ക് എന്തുണ്ടാവണോ അഗ്നിവീർ ടെക്കിനുണ്ടാവും, അഗ്നിവീർ ടെക് ഉണ്ടാവും, ടെക്നിക്കൽ ടീമിന് എന്തുണ്ടാവും AVTT ഉണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഇതിലുണ്ടാവുക, അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. ഇത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നോക്കിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ മക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടാവുന്ന കാര്യത്തിൽ വുമൺ മിലിറ്ററി പോലീസ് ഇതിലുണ്ടാവില്ല. വുമൺ മിലിറ്ററി പോലീസിന് ഒരു സെപ്പറേറ്റ് PDF ഉണ്ട് മക്കളെ. അതെന്ത് ചെയ്യാം, ഞാൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ഇതിൽ ഞാൻ പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ. phase 2 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോ phase 2 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് ആണ് മക്കളെ. ഡയറ്റും പ്രോപ്പർ ആണ് phase 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹാൾ ടിക്കറ്റ് നോക്കാന്ന് പറഞ്ഞു അല്ലെ. ആ ഹാൾ ടിക്കറ്റ് നോക്കി അതിൽ ലിസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഷോർട്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം ഒന്നും കൂടി കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആർമിയുടെ ഒരു നിങ്ങൾ പോർട്ടൽ ഉണ്ടാവും, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പോർട്ടൽ ഉണ്ടാവും, അവിടെ കയറി ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക കൺഫേം ആക്കിയതിന് ശേഷം വുമൺ മിലിറ്ററി പോലീസിന് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. അതേപോലെ ട്രിവാൻഡ്രം സെറ്റാറിന്റെ എല്ലാം ഉണ്ട് നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ കിടപ്പുണ്ട്, അവിടെ പോയി ക്രോസ് ചെക്ക് ചെയ്യുക. ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അതേപോലെ ഫിസിക്കലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കണക്ട് ചെയ്യാം മക്കളെ. എന്തുണ്ടെങ്കിലും ചോദിച്ചോളാം, സായു സാർ ഉണ്ടോ നിങ്ങൾക്ക്. നമ്മള് അടുത്ത എക്സാം ഇതിൽ കിട്ടാത്ത ആൾക്കാർ നേരെ എയർഫോഴ്സ് 31-ാം തീയതി വരണ്ട് +2 ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാം, നേരെ എയർഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഇന്ന് തന്നെ പഠിത്തം തുടങ്ങുക. അല്ലാത്ത ആൾക്കാർക്ക് GD-യുടെ നമ്മൾ ദ്രോണ എന്ന് പറഞ്ഞൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, മിഷൻ GD. നമ്മൾ ഈ വർഷത്തെ GD എക്സാം പാസ്സോ SSC. അതിന് എന്തൊക്കെ വേണോ നിങ്ങൾ ചോദിച്ചാൽ മതി. ക്ലാസ്സിന്റെ കാര്യം സാർ ഇന്ന ക്ലാസ് വേണം, മനസ്സിലാവുന്നില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ ബാക്കി പിള്ളേർക്ക് ആ ക്ലാസ് കിട്ടും, ഞങ്ങൾ തന്നിരിക്കും. യൂട്യൂബിൽ നമുക്ക് എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷനോ എല്ലാം വരുന്നുണ്ട്. യൂട്യൂബിൽ നമുക്ക് ലിമിറ്റഡ് ക്ലാസ് ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വയർ ആണെങ്കിൽ ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തരാം. എടാ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദ റിസൾട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, ഞങ്ങൾക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. എനിക്കോ എന്റെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല. സീരിയസ്ലി ഞാൻ ഇങ്ങനെ ഒന്നാവണമെന്ന് കരുതിയാണ്, മെഡിക്കൽ കണ്ടീഷൻസ് ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾ എത്രയും സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ഞങ്ങൾ റെഡി ആവുന്നതും കേട്ടോ. അപ്പോ എയർഫോഴ്സിന്റെ ക്ലാസ്സുകൾക്കും കോസ്റ്റ് ഗാർഡിന്റെ ക്ലാസ്സുകളും NDA ക്ലാസ്സുകളും വേണമെന്നുള്ള ആൾക്കാർ ദ ലാസ്റ്റ് മൊമെന്റ് ആണ് NDA ഒക്കെ. ഓക്കെ, സെപ്റ്റംബറിൽ എക്സാംസ് വരാൻ പോവാണ്.
അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം, നമ്മുടെ മാരത്തോൺ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ വർഷം NDA ജോയിൻ ചെയ്താൽ ഈ വർഷത്തെ എക്സാം എഴുതാം, അടുത്ത വർഷത്തെ എക്സാം എഴുതാം. നമ്മൾ 1 year കോച്ചിങ് ആണ്, അല്ല ഈ എക്സാം മാത്രമല്ല നമ്മൾ തരുന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.